ഹായ് ഫ്രണ്ട്സ്, രാജ് ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ നമ്മൾ 2.1 ആംപ്ലിഫയർ നിർമ്മിക്കുന്ന രണ്ടാമത്തെ പാർട്ടാണ് ഇവിടെ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആദ്യ പാർട്ടിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ട്രാൻസ്ഫോമറിനെ കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ആദ്യ പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. വീഡിയോ കാണുമ്പോൾ മുഴുവനായി കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്ത് തന്നെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, എന്നാൽ മാത്രമേ നല്ല രീതിയിൽ നിങ്ങൾക്കൊരു ആംപ്ലിഫയർ അസംബ്ലി ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മളിവിടെ എടുക്കുന്ന ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ടൊറോയ്ഡ് ട്രാൻസ്ഫോമറാണ്. ടൊറോയ്ഡ് ട്രാൻസ്ഫോമർ അത്യാവശ്യം എഫിഷ്യൻസിയുള്ള ട്രാൻസ്ഫോമറാണ് ടൊറോയ്ഡ് എന്ന് പറയുന്നത്. എല്ലാവരും കൂടുതൽ ഉപയോഗിക്കുന്നതും ഈ ഒരു ട്രാൻസ്ഫോമർ തന്നെയാണ്. അപ്പോൾ ഇതിന്നാണ് നമ്മൾ ബോർഡിലേക്കുള്ള പവർ സപ്ലൈ എല്ലാം കൊടുക്കുന്നത്. USB ബോർഡിലേക്കുള്ള സപ്ലൈ, അതുപോലെ നമ്മുടെ ടോൺ കൺട്രോളും സബ്വൂഫർ ഫിൽറ്റർ ബോർഡിലേക്കുള്ള സപ്ലൈ, അതുപോലെ മെയിൻ ബോർഡിലേക്കുള്ള സപ്ലൈ എല്ലാം നമ്മൾ ഒരു ടൊറോയ്ഡ് ട്രാൻസ്ഫോമറിനാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്പീക്കർ പൊട്ടൻഷ്യലേക്കുള്ള സപ്ലൈയും ഈ ഒരു ടൊറോയ്ഡ് ട്രാൻസ്ഫോമർ തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രാൻസ്ഫോമർ എങ്ങനെ ഫിറ്റ് ചെയ്യാൻ നോക്കാം. സാധാരണ ട്രാൻസ്ഫോമർ നമ്മൾ 4 നെട്ടും ബോൾട്ട് ഉപയോഗിച്ചാണ് ഫിറ്റ് ചെയ്യുന്നത്. പക്ഷേ ടൊറോയ്ഡ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ നമുക്ക് ഒരു നെട്ടും ബോൾട്ടും മതി. അത് അത്യാവശ്യം വലിയ ഒരു നെട്ടും ബോൾട്ട് തന്നെ എടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മളെ കേസിന് ഒതുങ്ങിയ രീതിയിലുള്ള നെട്ടും ബോൾട്ട് തന്നെ വേണം. ഹൈറ്റ് കൂടിയ നമ്മളെ കേസ് ഫിറ്റ് ചെയ്യാൻ കഴിയുക. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന രീതി തന്നെയാണ് നമ്മൾ ട്രാൻസ്ഫോമർ ഫിറ്റ് ചെയ്യുന്നത്. ടൊറോയ്ഡ് ട്രാൻസ്ഫോമർ ഫിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ആദ്യം നമ്മൾ ഒരു റബ്ബറിൻ്റെ ബുഷ് ഇട്ടിട്ട് ശേഷം അതിൻ്റെ മുകളിൽ നമ്മുടെ ട്രാൻസ്ഫോമർ വെച്ച് വീണ്ടും ഒരു റബ്ബർ ബുഷ്, അതിൻ്റെ മുകളിലാണ് നമ്മൾ മെറ്റൽ പീസ് വെച്ചിട്ട് ടൈറ്റ് ചെയ്യേണ്ടത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ ടൈറ്റ് ചെയ്യണം. ഇനി നമ്മൾ ഇതിലേക്ക് സപ്ലൈ വയറുകളാണിത്. ഈ ഒരു യെല്ലോ വയർ എന്ന് പറയുന്നത് നമ്മൾ 5200 194 ട്രാൻസിസ്റ്ററും അതുപോലെ തന്നെ TDS 7294 സപ്ലൈ ആയിട്ടാണ് നമ്മൾ ഈ ഒരു വയർ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല പവറുള്ള ഒരു ട്രാൻസ്ഫോമർ തന്നെയാണ് അതിനുവേണ്ടി ചെയ്തിരിക്കുന്നത്. ഇനി നമ്മളോട് ഈ ഒരു ബ്ലൂ വയർ എന്ന് പറയുന്നത് സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡിലേക്കുള്ള വയറാണ്. അതിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള വയറാണ് കൊടുത്തിരിക്കുന്നത്, സപ്ലൈയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മളതിൻ്റെ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡിൽ അതിന് മാർക്ക് ചെയ്തിട്ടുണ്ടാവും, AC എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അതിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ കണക്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്നുള്ളത് മുന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളോട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ടോൺ കൺട്രോൾ ബോർഡിലേക്കും അതുപോലെ സബ്വൂഫർ ഫിൽറ്റർ ബോർഡിലേക്കും നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന PSU ബോർഡിലേക്കുള്ള സപ്ലൈ ഇല്ല. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ 2 കപ്പാസിറ്ററും ഒരു ബ്രിഡ്ജ് റെക്ടിഫയറും ഉപയോഗിച്ച് നമ്മളൊരു അഡീഷണൽ ആയിട്ടുള്ള ഒരു പവർ സപ്ലൈ ബോർഡ് നിർമ്മിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ W10 എന്ന ബ്രിഡ്ജ് റെക്ടിഫയറും 2200 25 വോൾട്ടിൻ്റെ 2 കപ്പാസിറ്റർ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ 100 2 കപ്പാസിറ്റർ ഉപയോഗിച്ച് നമ്മളിവിടെ ഒരു പവർ സപ്ലൈ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ നിർമ്മിച്ചതെന്നുള്ളത് നമ്മൾ അത് വീഡിയോയിൽ കറക്റ്റായിട്ട് കാണുന്നുണ്ട്, എങ്ങനെയാണ് നിർമ്മിച്ചതെന്നുള്ളത്. അതുപോലെ ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നമുക്കതിലേക്കുള്ള സപ്ലൈ കൊടുക്കാം. അപ്പോൾ നമ്മളതിന് ടൊറോയ്ഡ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രേ ഈ ഒരു വയറാണ് ഇതിലേക്കുള്ള സപ്ലൈ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന മാതിരി തന്നെ നമ്മൾ ഈ W10 ഡയോഡിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു മാർക്ക് കാണാം, ഒരു AC സിഗ്നലിൻ്റെ മാർക്ക് കാണാം. അവിടേക്കാണ് നമ്മൾ ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്ന 2 ഗ്രേ വയർ കണക്ട് ചെയ്യേണ്ടത്. അതുപോലെ ബ്ലാക്ക് വയർ 2 കപ്പാസിറ്റർ ജോയിൻറ്റ് ചെയ്ത, ഒരു കപ്പാസിറ്റർ നെഗറ്റീവും മറ്റൊരു കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവും ജോയിൻറ്റ് ചെയ്ത ആ ഒരു സെക്ഷനിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. അതാണ് അതിൻ്റെ 0 വോൾട്ട് പോയിൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്യേണ്ട വയറുകളെല്ലാം നമുക്ക് ടോൺ കൺട്രോൾ ബോർഡിലേക്കും സബ്വൂഫർ ഫിൽറ്റർ ബോർഡിലേക്കും കണക്ട് ചെയ്യാം. അപ്പം അതെല്ലാം ഞാൻ നേരത്തെ ചെയ്ത ആ ഒരു പാർട്ട് തന്നെയുണ്ട്. എല്ലാം നമ്മൾ നേരത്തെ ചെയ്ത പാർട്ടിൽ പാരലായിട്ട് കണക്ട് ചെയ്തെല്ലാം കാണാവുന്നതാണ്. പിന്നെ നമ്മൾ ബോർഡ് ഫിറ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല സ്പേസറിട്ട് തന്നെ ആ ഒരു ബോർഡ് നമ്മൾ കേസിലേക്ക് ഫിറ്റ് ചെയ്യാം. ഇത് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇതിന് മുന്നേ ചെയ്ത് വെച്ച ടോൺ കൺട്രോൾ ബോർഡും സബ്വൂഫറിൻ്റെ ഫിൽറ്റർ അതുപോലെ USB ബോർഡ് എല്ലാം ഫിറ്റ് ചെയ്തതിന് പാനൽ നമ്മൾ ഇതിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്യുക. അതാണ് ഇതിന് മെയിൻ ടാസ്ക് എന്ന് പറയുന്നത്. നമ്മളൊരു പാനൽ ഫിറ്റ് ചെയ്യുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പാനൽ ഫിറ്റ് ചെയ്യുമ്പോൾ ചിരിയാനും പാടില്ല, ഒരു ഭാഗം കൂടാനും പാടില്ല, അതുപോലെ തന്നെ ഓവർ ഹൈറ്റ് വരാനും പാടില്ല. നിങ്ങൾ പാനൽ ഫിറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റും റൈറ്റും ടോപ്പും ഒരേ സൈസിൽ തന്നെ നമ്മൾ കറക്റ്റ് ചെയ്തേക്കുക. കാരണം ഓവർ ഹൈറ്റ് എന്നാലും ബോറാണ്, അതുപോലെ പറ്റ താഴ്ന്ന പോലും ബോറാണ്. അപ്പം നല്ല രീതിയിലെല്ലാം വളരെ നല്ല രീതിയിൽ ചെയ്തിട്ട് ശേഷം മാത്രമേ നമ്മൾ ഒട്ടിക്കാൻ പാടുള്ളൂ. നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അതിൻ്റെ മുകളിൽ വരുന്ന ആ ഒരു ഷീറ്റ് നമ്മൾ പൊളിച്ച് ഒഴിവാക്കാൻ പാടുള്ളൂ. അല്ലാതെ നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യുമ്പോൾ അത് സ്ക്രാച്ചും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ വർക്കും കഴിഞ്ഞതിന് ശേഷം മാത്രം അതിൻ്റെ ഷീറ്റ് പൊളിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു പാനൽ ഒട്ടിക്കാൻ വേണ്ടി ഞാൻ 2 ക്ലിപ്പൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാത്ത രീതിയിൽ ഉറച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ക്ലിപ്പ് ഉപയോഗിച്ചിട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും പശ ഇട്ട് നമ്മൾ എടുത്തിരിക്കുന്ന പശ എന്ന് പറഞ്ഞാൽ നമ്മളെ ഫ്ലെക്സൊക്കെ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന ഫെവിക്വിക്കോ അങ്ങനെ എന്തോ ഒരു പശയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പശ ഒട്ടിച്ചതിന് ശേഷം നമ്മളൊരു കുറച്ച് നേരം നിൽക്കുക, നല്ല രീതിയിൽ തന്നെ സെറ്റ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് കുറച്ച് നേരം നിന്നതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുക. ഞാൻ ഏകദേശം ഒരു അരമണിക്കൂറോളം ഞാനിത് വെച്ചിട്ടുണ്ട് ഫുള്ള് സെറ്റ് ആകാൻ വേണ്ടി. സൂപ്പർ ഗ്ലൂ ഇതുപോലത്തെ പശ ആകുമ്പോൾ പെട്ടെന്ന് സെറ്റാകും, എന്നാലും നല്ല സെറ്റ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ കുറച്ച് ടൈം എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിതിൻ്റെ ഫ്രണ്ട് പാനലെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞു, ബുഷും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് നമ്മൾ ചെയ്യേണ്ടത് അതിലേക്കുള്ള കണക്ഷൻസ് കൊടുക്കുക. നമ്മൾ സബ്വൂഫർ ഫിൽറ്റർ ബോർഡിലേക്കുള്ള കണക്ഷനും അതുപോലെ ടോൺ കൺട്രോൾ ബോർഡിലേക്കുള്ള കണക്ഷനെല്ലാം നമ്മൾ കണക്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മളെല്ലാം RMC വഴിയാണ് ഇതിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. 2 പിൻ RMC വഴിയാണ് ഇതിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ എടുത്തിരിക്കുന്ന വയർ എന്ന് പറയുന്നത് നമ്മൾ 2.1 ടോൺ കൺട്രോളിൻ്റെ ഇവിടെ നമുക്ക് കാണാം. അവിടെയാണ് ഇതിൻ്റെ DC ഇൻപുട്ട് സെക്ഷൻ. അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മൾ ഈ ഒരു ബോർഡ് നെഗറ്റീവും പോസിറ്റീവും ആദ്യം മാർക്ക് ചെയ്ത രീതിയിൽ തന്നെ കണക്ട് ചെയ്യുക. ഈ RMC വയറാകുമ്പം
നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്തിട്ടാൽ പിന്നെ നമുക്ക് നെഗറ്റീവ് പോസിറ്റീവ് മാറത്തില്ല, അതിൻ്റെ പിന്നിൽ ആ സോക്കറ്റ് അനുസരിച്ച് കറക്റ്റ് ഇറങ്ങും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വയറിങ് ചെയ്യുമ്പം ഒരു RMC വയറോ സോക്കറ്റോ ഉണ്ടെങ്കിൽ ചെയ്യുന്നതാണ് നല്ലത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാണ് ഇതിൻ്റെ ഔട്ട് വയർ എന്ന് പറയുന്നത്. നമ്മൾ TDS7294 ഓഡിയോ ഇൻപുട്ട് സെക്ഷനിൽ കണക്ട് ചെയ്യേണ്ട വയറാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഓഡിയോ സിഗ്നലെല്ലാം പാസ് ചെയ്യുന്ന വയർ എന്ന് പറയുന്നത് നമ്മൾ ഷീൽഡ് വയർ ഉപയോഗിക്കണം. നമ്മൾ സാധാരണ പണ്ടൊക്കെ ഉപയോഗിക്കുന്ന ടാപ്പ് റിക്കോർഡറിൻ്റെ ഹെഡ് വയർ ഉണ്ടാവും, അത് രീതിയിലുള്ള വയർ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു നോയ്സുകളൊക്കെ പരമാവധി ഒഴിവാക്കാം. നമ്മളൊരു ആംപ്ലിഫയർ അസംബ്ലി ചെയ്യുമ്പോൾ നോയ്സുകളൊക്കെ പരമാവധി ഒഴിവാക്കാൻ ഓഡിയോ സിഗ്നലിൽ പാസ് ചെയ്യുന്ന എല്ലാ വയറുകളും നമ്മൾ ഷീൽഡ് ടൈപ്പ് വയർ ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലത്. ഓക്കെ, ഇത് നമ്മളിവിടെ കണക്ട് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സബ് വൂഫർ ബോർഡിലേക്കുള്ള വയറാണ് കണക്ട് ചെയ്യേണ്ടത്. അതാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ മാറില്ല, ഹെഡ് വയറിൻ്റെ ഷീൽഡ് വയറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടും ഞാൻ അതേ രീതിയിൽ തന്നെ വയർ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ചെയ്തതിന് ശേഷം നമ്മൾ രണ്ട് വയറും മറ്റ് AC വയറുകളായിട്ട് ജോയിൻ ചെയ്യാത്ത രീതിയിൽ തന്നെ നമ്മൾ കുറച്ച് സ്പേസ് ഇട്ടിട്ട് നല്ല രീതിയിൽ ടൈ ചെയ്ത് ഉപയോഗിക്കാം. ഈ ഒരു AC ലൈനൊക്കെ ടച്ച് ചെയ്യുമ്പോഴാണ് ഈ ഒരു നോയ്സ് കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മൾ കുറഞ്ഞ വോളിയത്തിൽ വെച്ചാലും നമ്മൾ സ്പീക്കറിലൊക്കെ നോയ്സ് വരുന്നത് കാണാം. അത് നമ്മളെ ഓഡിയോ സിഗ്നലിൻ്റെ വയറിലേക്ക് നമ്മൾ AC സിഗ്നൽ കയറി വരുമ്പം അത് ടച്ച് അയക്കുമ്പോഴും അങ്ങനത്തെ കൊണ്ടൊക്കെയാണ് അങ്ങനെ വരുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളെ വോളിയം കൺട്രോളിൽ നിന്ന് വരുന്ന ഓഡിയോ സിഗ്നൽ വയറുകളെല്ലാം നമ്മളെ AC ലൈന് വരുന്ന ആ ഒരു സെക്ഷനിൽ നിന്ന് കുറച്ച് മാറ്റി വേണം നമ്മൾ ഇതുപോലെ കണക്ട് ചെയ്യാൻ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ നോയ്സ് അതിൽ കയറി വരാൻ സാധ്യത കൂടുതലാണ്. ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മൾ USB ബോർഡിലേക്കുള്ള 5 വോൾട്ട് ആഡ് ചെയ്യുകയാണ്. ഈ ഒരു 5 വോൾട്ട് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും പൊളാരിറ്റി ഒരിക്കലും മാറാൻ പാടില്ല. മാറിയാൽ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന USB ബോർഡ് കംപ്ലൈൻ്റ് ആവും. അതുപോലെ മറ്റൊരു കാര്യമാണ്, നമ്മൾ ഇതിൽ ചെയ്തിരിക്കുന്ന 7800 റെഗുലേറ്റർ IC കറക്റ്റ് വർക്കിംഗ് ആണോ എന്ന് അറിയാം. കാരണം പല ICകളും കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട്. നമ്മളിതിൽ ഇൻപുട്ട് കൊടുക്കുന്ന DC വോൾട്ട് 14 വോൾട്ട് ആയിരിക്കും ആ റെഗുലേറ്റർ IC കൊടുക്കുന്നത്. അപ്പോൾ ആ റെഗുലേറ്റർ IC കംപ്ലൈൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഡയറക്റ്റ് വോൾട്ട് നമ്മൾ USB ബോർഡിലേക്ക് വന്ന് USB ബോർഡ് കംപ്ലൈൻ്റ് ആകാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം അതിൻ്റെ 5 വോൾട്ട് കറക്റ്റ് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം USB ബോർഡിലേക്ക് കണക്ട് ചെയ്യുക. നമ്മളിതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വരുന്ന ഈ ഒരു ഷീറ്റ് നമ്മൾ പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ USB ബോർഡ് കറക്റ്റ് വർക്കിംഗ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഭാഗം മാത്രം നമ്മൾ പൊളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ട്രാൻസ്ഫോമറിലേക്കുള്ള AC 220 വോൾട്ട് AC ഇൻപുട്ട് സെക്ഷനിലെ വയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചെക്കിങ്ങിന് വേണ്ടി ഇതിലേക്ക് സപ്ലൈ കൊടുത്തിട്ടുണ്ട്. സാധാരണ ഒരു വയർ ഉപയോഗിച്ചാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ USB ബോർഡ് കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്കുള്ള USB ബോർഡിലേക്കുള്ള സപ്ലൈ എത്തിയിട്ടുണ്ട്, കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ അത് നമ്മൾ കണക്ട് ചെയ്തിട്ട് എൻകോഡറും കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. പല കേസുകളിലും എൻകോഡർ കണക്ട് ചെയ്യുമ്പോൾ നമുക്കതിന് പൊളാരിറ്റി മാറിപ്പോകാൻ സാധ്യത കൂടുതലാണ്. അതായത് എൻകോഡർ വലത്തോട്ട് തിരിക്കുമ്പോൾ വോളിയം കുറയുന്ന രീതിയിലൊക്കെ പലതും വരുന്നുണ്ട്. അപ്പോൾ ഇതിനങ്ങനെ പ്രശ്നങ്ങൾ വന്നിട്ടില്ല, കറക്റ്റ് വർക്കിംഗ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിൽ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിൻ്റെ AC ഇൻപുട്ട് വയറിൻ്റെ ഹോളിലേക്ക്, അതായത് ഈ ഒരു കേസിന് നമ്മൾ AC ഇൻപുട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു ഹോൾ കാണാം. ആ ഹോളിൽ നമുക്ക് ഇതുപോലത്തെ റബ്ബർ ബോഷ് നമ്മൾ മസ്റ്റായിട്ട് ആഡ് ചെയ്യണം. കാരണം ഈ ഒരു കേസ് എന്ന് പറയുന്നത് മെറ്റൽ കേസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ എടുത്ത് വയ്ക്കുമ്പം ആ ഒരു ഹോൾ വഴി നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന വയർ ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഷോക്ക് അടിക്കാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ വാങ്ങാൻ കിട്ടുന്ന ഒരു കിറ്റാണ്, അസംബ്ലിങ് കിറ്റാണ്, സ്ക്രൂ കിറ്റ് എന്ന് പറയും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഒരു ബുഷ് കിട്ടുന്നുണ്ട്, അതുപോലെ ബോട്ടം ബുഷ് കിട്ടുന്നുണ്ട്, കുറേ നെട്ടും ബോൾട്ട് കിട്ടുന്നുണ്ട്. എല്ലാം തന്നെ നമുക്ക് ആ ഒരു കിറ്റിൻ്റെ കൂടെ കിട്ടുന്നത് ഏകദേശം 30 രൂപ 40 രൂപയാണ് ആ ഒരു കിറ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൽ ഒരു ആംപ്ലിഫയർ അസംബ്ലി ചെയ്യാനുള്ള എല്ലാ കിറ്റുകളും അതിലുണ്ടാവും. ഇത് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ഈ ഒരു ട്രാൻസ്ഫോമറിലേക്കുള്ള സ്വിച്ച് കണക്ട് ചെയ്യണം. AC ലൈൻ ഇൻപുട്ട് സ്വിച്ചും അതുപോലെ തന്നെ നമ്മൾ ട്രാൻസ്ഫോമറിലേക്കുള്ള വയറും കണക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്ന 2 വയറുകളിൽ ഏതും ഒരു വയർ നമ്മൾ ഇൻപുട്ട് കൊടുത്തിരിക്കുന്ന വയർ AC പ്ലഗിൽ നിന്ന് വരുന്ന വയറിന് ഏതൊരു വയറുമായിട്ട് നമ്മൾ കറക്റ്റ് ജോയിൻ ചെയ്യാം. ഇവിടെ നമുക്ക് പൊളാരിറ്റി ഒന്നുമില്ല, ന്യൂട്രലും ലൈനും ഒന്നുമില്ല, നമുക്ക് എങ്ങനെ വേണമെങ്കിലും കണക്ട് ചെയ്യാം. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന വയർ എന്ന 2 കോർ വയറാണ് ഉപയോഗിച്ചത്. 3 കോർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വിച്ചിലേക്ക് ലൈന് ഇൻപുട്ട് വരുന്ന വയറാണ് ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 2 കോർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു വയർ ട്രാൻസ്ഫോമറിലേക്ക് കണക്ട് ചെയ്യുക, അതുപോലെ മറ്റൊരു വയർ നമ്മൾ എടുത്തിരിക്കുന്ന 2 കോർ വയറിലേക്ക് കണക്ട് ചെയ്യുക. പിന്നെ ബാക്കി വരുന്ന 2 വയറുകൾ നമുക്ക് സ്വിച്ചിലേക്ക്, ഒന്ന് സ്വിച്ചിൻ്റെ ഫസ്റ്റും ഒന്ന് സ്വിച്ചിൻ്റെ സെക്കൻഡിലേക്കും കണക്ട് ചെയ്യാം. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇതുപോലെ തന്നെ നല്ല ഇൻസുലേഷൻ ടാപ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇതുപോലെ സ്ലീവോ ഉപയോഗിച്ചോ നമ്മൾ നല്ല രീതിയിൽ സെറ്റ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബോഡിയായിട്ട് കോൺടാക്ട് ചെയ്താൽ നമുക്ക് ഷോക്ക് അടിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ ജോയിൻ ചെയ്ത ഭാഗത്ത് AC ലൈന് ജോയിൻ ചെയ്ത ഭാഗത്ത് നല്ല രീതിയിൽ നമ്മൾ ഇൻസുലേഷൻ ടാപ്പ് ഉപയോഗിച്ച് പ്രൊട്ടക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെ വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ വെച്ചിരിക്കുന്ന ഇതിൻ്റെ LED ബാക്ക് ലൈറ്റ് LED എന്ന് പറയും. നമ്മൾ കൺട്രോളിൽ നമ്മൾ LED വെച്ചിട്ടുണ്ട്, ബ്ലൂ LED ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു സപ്ലൈ ഇവിടെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെച്ചാൽ നമ്മൾ USB ബോർഡിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന സപ്ലൈ ഉണ്ടായിരുന്നു, ആ റെഡ് വയർ വരുന്ന സപ്ലൈ ഉണ്ടായിരുന്നു, അതിൽ നിന്നുള്ള സപ്ലൈ ആണ് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. ഒരു റെസിസ്റ്റർ വഴിയാണ് ഞാൻ ഇതിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ LED യിലേക്ക് സപ്ലൈ ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഓക്കെ,
ഇനി നമ്മളിവിടെ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പം അധികം വർക്കുകളൊന്നും ഇല്ല. അപ്പോൾ നമ്മളത് മുകളിൽ വരുന്ന ആ ഷീറ്റ്, ആ പ്രൊട്ടക്ഷൻ ഷീറ്റ് നമ്മൾ മെല്ലെ പറിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ കൺട്രോൾ നമുക്ക് ഇതുപോലെ ബുഷ് ഫിറ്റ് ചെയ്യുക. അതായത് നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്ന കൺട്രോൾ എന്ന് പറഞ്ഞാൽ നോർമൽ രീതിയിലുള്ളൊരു കൺട്രോളാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് നമ്മൾ വാങ്ങിയിരിക്കുന്ന നോബ് എന്ന് പറഞ്ഞാൽ വലിയ സൈസ് നോബാണ്. അതായത് കണക്ട് ചെയ്യുന്ന ആ ഒരു ഭാഗം വലിയ റൗണ്ടാണ് വരുന്നത്. അപ്പം നമ്മൾ ആദ്യം കൺട്രോളിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ നമ്മൾ ഈ ഒരു കൺട്രോൾ വാങ്ങുമ്പോൾ ഇതിൽ കൂടെ കിട്ടും. അത് ആദ്യം ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ വോളിയം ഫുള്ള് മൈനസ് വരുന്ന രീതിയിൽ തന്നെ ഫുള്ള് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ആ ഒരു പോയിൻ്റ് വരുന്ന നമ്മളെ കൺട്രോളിൻ്റെ ഒരു പോയിൻ്റ് വരുന്ന സെക്ഷനിൽ അത് അടിവശത്ത് വരുന്ന രീതിയിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്യുക. മറ്റെന്താ വെച്ചാൽ നമ്മൾ ഒരു കറക്റ്റ് അളവ് കിട്ടത്തില്ല. ഇതാകുമ്പോൾ നമുക്ക് എല്ലാം ഒരേ പൊസിഷനിൽ നമുക്ക് നിൽക്കുന്നത് കാണാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെറിയ കൺട്രോളെല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ മാസ്റ്റർ എൻകോഡർ ഇതിലേക്ക് കണക്ട് ചെയ്യുക. ഇതിൽ പിന്നെ മാർക്കിങ് കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളിത് ഫിറ്റ് ചെയ്യുക. ഫിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ആ ഒരു എൻകോഡറിൻ്റെ ബാക്ക് വശം ഒരു കൈയോട്ട് പിടിച്ചതിന് ശേഷം മാത്രമേ ഫ്രണ്ട് വശത്ത് നിന്ന് നമ്മൾ പ്രസ് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ നമ്മളെ എൻകോഡറും ബാക്കിൽ ഒട്ടിച്ച പ്ലേറ്റും എല്ലാം അങ്ങേ സൈഡിലേക്ക് പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ പ്രസ് ചെയ്യുമ്പം ബാക്ക് ഭാഗത്ത് നല്ല സപ്പോർട്ട് കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ പ്രസ് ചെയ്ത് ഈ ഒരു കൺട്രോൾ അതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്താൽ നമുക്ക് എൻകോഡറിൻ്റെ ബാക്കിലുള്ള ആ ഒരു ബ്ലൂ ലൈറ്റ് പ്രകാശിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ നമ്മൾ ഡിസ്പ്ലേയിൽ ഹായ് എന്നുള്ള രീതി കാണിക്കുന്നത് കാണാം. ഓക്കെ, ഇപ്പോൾ ഇതിൽ ഓക്സ് മോഡിലാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലൊരു കാര്യം ചെയ്യാൻ മറന്നു പോയിട്ടുണ്ട്. നമ്മളിതിൽ ഓക്സ് ഇൻപുട്ട് കൊടുക്കേണ്ട ആ ഒരു കണക്ഷൻ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാമത് അത് കണക്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് USB ബോർഡിൽ നമുക്ക് ഓക്സ് കണക്ട് ചെയ്യാനുള്ള ഒരു ഭാഗമാണ്. അത് നമ്മൾ ഇതുപോലെ ഒരു ഷീൽഡ് വയർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ തന്നെ വയർ നമ്മൾ ജോയിൻ ചെയ്യാം. നമുക്ക് ഇങ്ങനത്തെ റെഡിമെയ്ഡ് വയർ വാങ്ങാൻ കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുക. അതുപോലെ 3 പിൻ RMC കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആദ്യത്തെ വയർ ഒഴിവാക്കിയിട്ട് രണ്ടാമത് നമ്മൾ ഷീൽഡ് വയർ ഇതുപോലെ സോൾഡിങ് ചെയ്തതിന് ശേഷം കണക്ട് ചെയ്യുക. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ അതിൻ്റെ ഒരു ഭാഗമാണ്. നമുക്ക് നോയ്സ് മാക്സിമം ഒഴിവാക്കാൻ നമുക്ക് ഷീൽഡ് വയർ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്കിതിൽ ഓഡിയോ ഇൻപുട്ട് സിഗ്നലും കൊടുക്കുക. അല്ല വെച്ചാൽ ഈ പറഞ്ഞ മാതിരി നോയ്സ് വരാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പിന്നെ നമ്മൾ ഇതിൽ ഓഡിയോ റെക്കോർഡിംഗ് കറക്റ്റ് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഒരു ചെറിയ ഡിസ്റ്റോർഷൻ നമ്മൾ കേൾക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ വരുന്നത് ഗുഡ് ബൈ, ഇറ്റ്സ് മീ രാജു സൈനിങ് ഔട്ട്. ഹാവ് എ നൈസ് ഡേ.